ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സുഖാണോ മക്കളെ? സന്തോഷമാണോ? കൊറോണ ആയതുകൊണ്ട് പുറത്തോട്ടൊന്നും പോകാൻ പറ്റുന്നില്ലല്ലേ? കൂട്ടുകാരെയൊക്കെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം മാത്രമേ ഉള്ളല്ലേ? സാരമില്ല, ഇതൊക്കെ മാറും കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. കൈകളൊക്കെ കൂപ്പിക്കേ, കണ്ണുകളടച്ചേ. സ്നേഹപിതാവേ, നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്ന നല്ല മക്കളാകുവാനുള്ള കൃപ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചോ എല്ലാവരും? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഉത്തമ കുടുംബം എന്ന പുതിയ പാഠം നമ്മൾ ആരംഭിച്ചു. കുടുംബം എന്താണെന്ന് പഠിച്ചു, ഉത്തമ കുടുംബം എന്താണെന്ന് പഠിച്ചു അല്ലേ? വെറും കുടുംബവും ഉത്തമ കുടുംബവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ടീച്ചർ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് തന്നിരുന്നു. എന്തായിരുന്നു? ഉത്തമ കുടുംബമാകുവാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ചെയ്തോ അതെല്ലാവരും? കുറേയധികം പേര് ചെയ്തു, എന്നാൽ ചിലരൊക്കെ ചെയ്യാനത് വിട്ടുപോയി. സാരമില്ല, അത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ പ്രവർത്തനവും നിങ്ങൾക്ക് തരുന്നത്. ക്ലാസ്സുകൾ കാണുന്നത് മനസ്സിലാവണ്ടേ? പഠിക്കണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഓരോരോ പ്രവർത്തനങ്ങൾ നൽകുന്നത്. അത് എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കണം. പോട്ടെ, കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞു. നാം വീണ്ടും ആ പാഠഭാഗത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. ഒന്ന് ചോദിക്കട്ടെ മക്കളെ, ഈശോ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത് എപ്പോഴായിരുന്നു? എവിടെയായിരുന്നു? എല്ലാവർക്കും അറിയാം. കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയാണ് ഈശോ തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത്. അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലേ? ഒന്ന് ചോദിക്കട്ടെ മക്കളെ, ഈശോയ്ക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു അത്ഭുതം പ്രവർത്തിക്കുന്നതിന് വേണ്ടി. എന്തുകൊണ്ടായിരിക്കാം ദൈവം ഈശോയെ ആ കല്യാണ വിരുന്നിൽ അത്ഭുതം പ്രവർത്തിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തത്? വിവാഹം എന്ന കൂദാശയുടെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് ദൈവം ഈശോയെ അന്നേ ദിവസം തൻ്റെ അത്ഭുതം പ്രവർത്തിക്കുന്നതിന് തിരഞ്ഞെടുത്തത്. വളരെ വിഷമിതനായിരുന്ന ആ വിവാഹ സൽക്കാരത്തിലെ വീട്ടുടമസ്ഥനെ ഈശോ എങ്ങനെയാണ് സഹായിച്ചത്? കൽഭരണികളിൽ വെള്ളം വീഞ്ഞാക്കി അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് ആ കുടുംബത്തെ ഈശോ മറ്റുള്ളവരുടെ മുൻപിൽ നിന്നും അല്ലെങ്കിൽ ആ നിസ്സഹായ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുത്തി. അങ്ങനെ യേശു ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചു. ആ അത്ഭുതം വഴി ഈശോ വിവാഹമെന്ന കൂദാശയുടെ പ്രാധാന്യമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. വിവാഹമെന്ന കൂദാശയിലൂടെ അർത്ഥമാക്കുന്നത് എന്താണ്? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പര ബന്ധം. മറ്റൊന്ന്, ഭാര്യ ഭർത്താക്കന്മാർ ദൈവത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ ജന്മം നൽകുകയും വളർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ആദ്യത്തേത് എന്തായിരുന്നു ടീച്ചർ പറഞ്ഞത്? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങളുടെ പപ്പയുടെ വീടും അമ്മയുടെ വീടും അടുത്തടുത്താണോ? ചിലരുടേത് വളരെ ദൂരത്തിലാണ്. ദൈവം രണ്ടിടങ്ങളിൽ നിന്നും പ്രത്യേകമായി അവരെ തിരഞ്ഞെടുത്ത് ഒരുമിച്ച് കൊണ്ടുവന്നതാണ്. അങ്ങനെയല്ലേ? അതോ ഒരു വീട്ടിൽ നിന്നാണോ അച്ഛനും അമ്മയും വരുന്നത്? ഇപ്പോൾ വരുന്നത് അങ്ങനെയാണല്ലേ, കാരണം ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ചായിരുന്നത് കൊണ്ട്. എന്നാൽ ദൈവം നിങ്ങളുടെ മാതാപിതാക്കളെ രണ്ടിടങ്ങളിൽ നിന്നും പ്രത്യേകമായി തിരഞ്ഞെടുത്തതിന് ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതി പ്രകാരമാണ്. അങ്ങനെയല്ലേ? നിങ്ങൾ അമ്മ വീടുകളിൽ പോവാറില്ലേ? വെക്കേഷൻ വരുമ്പോൾ കാത്തിരിക്കും, ദൂരെയാണെങ്കിൽ പോകുവാനായി അല്ലേ? അപ്പോൾ ഈശോ തിരഞ്ഞെടുത്തതിന് പ്രത്യേക പദ്ധതിയുണ്ട്. നിങ്ങൾ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടില്ലേ? വിവാഹത്തിൻ്റെ പ്രധാനമായ ഘടകമെന്ന് പറയുന്നത് പരസ്പര സമ്മതമാണ്. വധൂവരന്മാരുടെ പരസ്പര സമ്മതം. അതായത് രോഗത്തിലും സന്തോഷത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും
ഏതവസ്ഥയിലും പരസ്പരം സ്നേഹിച്ച് ജീവിച്ചു കൊള്ളാമെന്നുള്ള വാഗ്ദാനമാണ് വിവാഹം എന്ന കൂദാശയുടെ അടിസ്ഥാനമായ ഘടകം. അതുതന്നെയാണ് നിങ്ങളുടെ മാതാപിതാക്കൾ എല്ലാവരും ചെയ്യുന്നത്. പപ്പായോട് എന്ത് കാര്യവും അമ്മ ചോദിച്ചിട്ടേ ചെയ്യൂ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്ത് കാര്യവും പപ്പായും അമ്മയും കൂടെ ഒരുമിച്ചിരുന്നാണ് തീരുമാനമെടുക്കുന്നത്. അതുതന്നെയാണ് ഈ കൂദാശയുടെ ഏറ്റവും അടിസ്ഥാനമെന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന്, ടീച്ചർ രണ്ടാമതൊരു കാര്യം പറഞ്ഞിരുന്നു. ഭാര്യ ഭർത്താക്കന്മാർ ദൈവത്തിനു വേണ്ടി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും അവരെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തുകയും ചെയ്യുന്നു. നിങ്ങളെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ചതാരാണ്? നിങ്ങളുടെ അമ്മയോ അപ്പച്ചനോ ആയിരിക്കുമല്ലേ നിങ്ങളെ കുരിശ് വരയ്ക്കുവാൻ പഠിപ്പിച്ചത്. നിങ്ങളെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നത് ആരാണ്? നിങ്ങളുടെ മാതാപിതാക്കൾ തന്നെയാണ്. ആദിയിൽ ദൈവം ആരെയായിരുന്നു സൃഷ്ടിച്ചത്? ആദിയിൽ ദൈവം ആദത്തെ സൃഷ്ടിച്ചു. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ഇന്ന് വിവാഹമെന്ന കൂദാശയിലൂടെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് ജന്മം നൽകുന്നത് വഴി ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ അവർ പങ്കുകാരാവുകയാണ്. നിങ്ങളെപ്പോലുള്ള നല്ല മാലാഖ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താലാണ്. ആ അനുഗ്രഹമാണ് വിവാഹമെന്ന കൂദാശയിലൂടെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ലഭിച്ചിരിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ടീച്ചർ ഇപ്പോൾ പറഞ്ഞു. വിവാഹമെന്ന കൂദാശയുടെ അടിസ്ഥാന ഘടകമായി എന്തൊക്കെയായിരുന്നു? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പര ബന്ധം വളരെ സ്നേഹത്തോടും ഐക്യത്തോടും കൂടെയായിരിക്കണം അവരുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. മറ്റൊന്നെന്തായിരുന്നു? ഭാര്യ ഭർത്താക്കന്മാർ ദൈവത്തിനു വേണ്ടി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും അവരെ സ്നേഹത്തിലും ക്രൈസ്തവ വിശ്വാസത്തിലും വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഘടകം. വളരെ വിശ്വസ്തതയിലും സ്നേഹത്തിലുമല്ലേ നിങ്ങളുടെ മാതാപിതാക്കൾ വീടുകളിൽ കഴിയുന്നത്? നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സാധിച്ചു തരുന്നത് ഓരോരുത്തർ വീതമാണോ? നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വസ്തു ചോദിച്ചാൽ പപ്പ ഒന്ന് വാങ്ങിക്കൊണ്ടുവരുന്നു, അമ്മയൊന്ന് വാങ്ങിക്കൊണ്ടുവരുന്നു, അങ്ങനെയാണോ? അല്ല. അവർ ഒരുമിച്ച് ആലോചിച്ച് ഏറ്റവും നല്ലതാണ് നിങ്ങൾക്ക് വാങ്ങിത്തരുന്നത്. കാരണം അത്രയേറെ മാതാപിതാക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ദൈവം ഈ കൂദാശ വഴി മാതാപിതാക്കൾക്ക് മക്കളെ നൽകിയതുപോലെ മക്കളായ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹമാണ് നിങ്ങളുടെ മാതാപിതാക്കൾ. കാരണം അവരെ യോജിപ്പിച്ചത് ദൈവമാണ്. വിവാഹമെന്ന കൂദാശയിലൂടെ അവരെ ഒരുമിപ്പിക്കുകയും ഒരു കുടുംബമാക്കുകയും ചെയ്തത് ദൈവമാണ്. അതുകൊണ്ട് തന്നെ അമ്മയും അപ്പനും ചേരുന്ന ആ കുടുംബത്തിലെ അനുഗ്രഹീതരായ മക്കളാണ് നാം ഓരോരുത്തരും. നാം ഇന്ന് പ്രധാനമായി ചർച്ച ചെയ്ത വിഷയം എന്തായിരുന്നു? മാതാപിതാക്കൾ തമ്മിലുള്ള പരസ്പര സ്നേഹവും വിശ്വാസവും എന്നതായിരുന്നു. ഈ പരസ്പര സ്നേഹവും വിശ്വാസവും ഐക്യവുമെല്ലാം ദൈവം വിവാഹമെന്ന കൂദാശ വഴിയാണ് അവർക്ക് നൽകിയത്. അന്ന് അവർ നിറവേറിയ വാഗ്ദാനമാണ് അവരുടെ ജീവിതത്തിലുടനീളം അവർ പ്രാവർത്തികമാക്കുന്നത്. മാലാഖ കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് പകർന്നു തരുന്ന സ്നേഹവും പ്രാർത്ഥനയുമെല്ലാം നിങ്ങളുടെ ജീവിതത്തിലും ഉടനീളം ഉണ്ടാവണം. അതിന് നിങ്ങൾ മാതാപിതാക്കൾക്ക് വിധേയരായിരിക്കണം. നസ്രത്തിൽ ഈശോ എങ്ങനെയായിരുന്നു അമ്മയ്ക്കും വിശുദ്ധ ഔസേപ്പിതാവിനോടുമൊപ്പം? വളരെ അനുസരണയുള്ളവനായിരുന്നു ഈശോ. മാതാവിനെയും വിശുദ്ധ ഔസേപ്പിതാവിനെയും ജോലിയിൽ സഹായിച്ചിരുന്നു. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ചിരുന്നു. നിങ്ങൾ അങ്ങനെയാണോ? നിങ്ങളുടെ അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ടോ? അനുസരിക്കാറുണ്ടോ? പഠിക്കാൻ പറയുമ്പോൾ പഠിക്കാറുണ്ടോ? TV കാണരുതെന്ന് പറയുമ്പോൾ അത് കാണാതിരിക്കുകയോ അതോ വീണ്ടും TV കാണുമോ? അല്ല, നല്ല കുഞ്ഞുങ്ങളാണല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളായ നമ്മുടെ മാതാപിതാക്കളോട് നാം എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ദൈവം നൽകിയ ആ അനുഗ്രഹത്തിന് നാം എപ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. ഇന്നത്തെ പ്രവർത്തനം അപ്പോൾ ഇതിൽ നിന്നായാലോ?
നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ സഹായിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? നിസ്സാരമായ കാര്യങ്ങളായിരിക്കാം ഒരു പക്ഷേ. കടയിൽ പോയി സാധനം വാങ്ങുക, പറയുന്നത് അനുസരിക്കുക, അവരെ സ്നേഹിക്കുക, ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നതല്ലേ നമുക്ക് ഓരോരുത്തർക്കും? അപ്പം എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും ചെയ്യേണ്ടത് ഇതാണ്. മാതാപിതാക്കളെ സഹായിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്നുള്ളത് നിങ്ങൾ പേപ്പറിൽ എഴുതുക, നിങ്ങളുടെ ടീച്ചേഴ്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഇന്നത്തെ ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായോ? നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് കൈകളൊക്കെ കൂപ്പി കണ്ണുകൾ അടച്ചേ. സ്നേഹപിതാവേ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി തന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവരെ സ്നേഹിക്കാനും അവരെ അനുസരിക്കുവാനും വേണ്ട കൃപ ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.